ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു സ്ട്രേഞ്ചറിനെയാണ് ഒരു ഒരു സ്ട്രേഞ്ചറിനെ വരയ്ക്കാൻ കഴിഞ്ഞ ദിവസം വരച്ച പോലെ തന്നെ ഒരാളെ ഞാനിങ്ങനെ ട്രെയിനിൽ കണ്ടായിരുന്നേ. അപ്പോൾ ആ പുള്ളിയുടെ ഏകദേശം ഒന്ന് റഫായിട്ടൊന്ന് സ്കെച്ച് ചെയ്യണതാണ് ഞാൻ കേട്ടോ. ഏകദേശം നമ്മൾ ചെറിയൊരു മെത്തേഡ് പോലെ മാർക്ക് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. പിന്നെ അത് ഭയങ്കര ഡാർക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഷെയ്ഡ് ചെയ്ത് അധികം ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടല്ല, ഒരു റഫ് പോലെ. സമയം കുറച്ച് കുറവാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം, ചെയ്ത് തീർക്കാമെന്ന് ചെയ്തേക്കാണ്. ഒരു പ്രാക്ടീസിങ് ഇതായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഇനി ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ഒരു ഫോട്ടോ ഫുൾ ഫ്രെയിം ആയിട്ടുള്ള എടുത്തിട്ട് ചെറുതായിട്ട് ഒരു ദൂരെയുള്ള സ്കെച്ചിങ് പോലെ എടുത്ത് ഒരു മോഹൻലാലിൻ്റെ ഒരു പടം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പഴയ ഒരു മോഹൻലാലിൻ്റെ ഒരു പടം കിട്ടിയായിരുന്നു. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് ഇണക്കം പോലെ ഒന്ന് വരയ്ക്കാമെന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓടിച്ച് തീർക്കേണ്ടതാണത്. പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ എത്ര ചെയ്താലും നമുക്ക് ഒരു തൃപ്തി കിട്ടില്ല. അതങ്ങനെയാണത് ശരിക്കും പറഞ്ഞാൽ. അത് പ്രാക്ടീസിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഈ മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഏകദേശം ആ ഒരു മാർക്കിങ് കിട്ടാൻ വേണ്ടിയാണ്. അത് നമ്മുടെ കണ്ണിൻ്റെ പിന്നെ സെൻറ്റർ പൊസിഷൻ, പിന്നെ നമ്മുടെ ആ മൂക്ക് വായ അത് കട്ട് ചെയ്ത് പോണ ആ ഒരു ലൈൻ അത് കിട്ടാൻ വേണ്ടിയാണ്. ശരിക്കും ഇതല്ല, ഇതിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ ആ മെത്തേഡ്. അപ്പോൾ ആ മെത്തേഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് പ്രാക്ടീസിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നതാണ്. കാരണം നമ്മൾ പെട്ടെന്ന് ഓരോ ആംഗിളും വ്യത്യാസം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ആംഗിളുകൾ കറക്റ്റ് അല്ലെങ്കിലും പ്രശ്നമാണ്. ഇപ്പോൾ ചിലർക്ക് താടി ഉണ്ടാവും, ചിലർക്ക് താടി ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ആ മെത്തേഡിൽ ഒരു മാർക്കിംഗ് കറക്റ്റ് അത്ര ഇതിൽ തന്നെ വരേണ്ടി വരും. അപ്പോൾ അത് പഠിക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഫ്രീ ഹാൻഡ് പ്രാക്ടീസ് ചെയ്യണം. ആരെങ്കിലും ഫ്രീ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും അത് മിസ് ചെയ്ത് കളയരുത്. എപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്നത് നമ്മൾ ഈ വരയ്ക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അത് സംബന്ധമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കൊടുത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെയുണ്ട്, നമ്മുടെ ഒരു പടം വരച്ച് കാണുക. ഇങ്ങനെ ഗാലറികളിൽ എൻ്റെ കൂട്ടുകാരൻ ഒരുത്തനുണ്ടായിരുന്നു എൻ്റെ കൂടെ. എപ്പോഴും ഞാൻ പണ്ട് ഗാലറിയിലൊക്കെ പോയി പടം കാണുമ്പോൾ അവനും വരും. അവനിതിനൊന്നും ഇത്ര വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും അവൻ എൻ്റെ കൂടെ വന്നിട്ട് അതിങ്ങനെ അതൊക്കെ ഫുൾ എഴുതി നോക്കി അവിടെ ഡയറിയിലൊക്കെ എഴുതി വെക്കും. അത് പുള്ളി എഴുതി എല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും. നല്ലൊരു ഫ്രണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ചെറുപ്പം മുതലുള്ളതാണ്, ഒരു കൂട്ടുകാരനാണ്. പിന്നെ ഈ മെത്തേഡ് കറക്റ്റായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. കാരണം ഇത് കാണാൻ പറ്റുമായിരിക്കും, അവിടെയൊക്കെ ചെറിയ മാർക്കിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ആ ക്യാമറയുടെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, പെർഫെക്ഷനോടുകൂടെയുള്ള ഒരു വർക്ക് ചെയ്യാനായിട്ടില്ല എന്നുള്ളത് 100% എനിക്ക് തന്നെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, അതിലിങ്ങനെ കുറേ നേരം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ മനുഷ്യർക്കും പറ്റുന്ന ഒരു കഴിവാണത് ശരിക്കും പറഞ്ഞാൽ. കുറേ നേരം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ അതിലൊരു ചെറിയൊരു വേരിയേഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി അട്രാക്ഷൻ അതിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടേതായ ഒരു മാർക്ക് അതിൽ ഇടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോരുത്തർ ഇപ്പോൾ ആദ്യം വരയ്ക്കുമ്പോൾ വേണം മേ ബി തീരെ ഇതായിട്ടുണ്ടാവും, ഷെയ്ഡിങ്ങൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും അത്രയും ഇതല്ല. ഞാൻ പറയണമെന്ന് വെച്ചാൽ ആ ഷെയ്ഡിങ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. പിന്നെ ഡ്രോയിങ്ങിൻ്റെ ആംഗിള് അതൊക്കെ കുറേ ഞാൻ വായിച്ചിട്ടുണ്ട്. കുറേ മായ്ച്ച് തന്നെയാണ് ഞാൻ പഠിച്ചേക്കുന്നത് കേട്ടോ. അത് ഇത്തിരിയൊന്നുമല്ല, കുറേ മായ്ച്ച് തന്നെ പഠിച്ചേക്കണം. അതുകൊണ്ട് നമ്മൾ ഈ പെർഫെക്റ്റ് ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അവർക്ക് മാത്രമേ ആ കഴിവുള്ളൂ എന്നുള്ളതൊന്നുമല്ല. അവരും ശരിക്കും അതേപോലെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതേപോലെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ചില വീഡിയോകൾ എടുത്താലും ആദ്യകാലത്തെ വീഡിയോസ് അവരുടെ കാണുമ്പോൾ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കാണുമ്പോഴും സ്വാഭാവികമായിട്ട് ഭയങ്കര വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്താ പറയുക,
കുറേ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് അവരുടെ ആ ഒരു നാക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ആദ്യമൊക്കെ അവർ ശരിക്കും മെത്തേഡ് ഫുള്ളായിട്ട് കാണിച്ച് അത് പഠിക്കണ പൂർണ്ണമായും മനസ്സിലാക്കണവരെ അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തോണ്ടി പെട്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ് മറ്റേ ഈ ഷോർട്സിൽ നമുക്ക് കാണാം അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് മാർക്ക് ചെയ്ത് പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാളായിട്ട് അങ്ങ് മാറും. അല്ലെങ്കിൽ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു സിറ്റിംഗ് പൊസിഷൻ സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് മാറുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ അത്രയും ക്വാളിറ്റിയുടെ പേപ്പേഴ്സ് ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മളെന്താ 140 പിന്നെ 4x6 ചെറുത് പിന്നെ യൂസ് ചെയ്യുന്നത് കൂടുതൽ. പിന്നെ നമ്മൾ ആർട്ട് പേപ്പർ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ചെറിയൊരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറായാലും ഏത് പേപ്പറായാലും ചെറുതായിട്ട് നമ്മൾ അതിലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കുറച്ചും കൂടി ഞാൻ പറയാനുള്ളത് കാര്യം കേട്ടോ. പിന്നെ എനിക്ക് ഈ ഫ്ലിപ്പ് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ പോലെ കുറേ വരച്ചിട്ട് ഒരു 500 പടങ്ങൾ വരച്ചിട്ട് അത് നമ്പർ ഇട്ടിട്ട് ഫ്ലിപ്പാക്കി യൂസ് ചെയ്യണം. ഒരു ഡാൻസ് മോഡൽ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കണം. അതൊക്കെ ചെയ്യണം. നമ്മൾ ഓരോ മെത്തേഡുകൾ നമ്മൾ ചെയ്യണം. നമ്മൾ കാണുന്ന ഓരോ ആർട്ടിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഇതിലേക്ക് കൂടുതൽ നമ്മൾക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു അതിനോടൊരു സ്നേഹം തോന്നും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് ഇതിനോട് താല്പര്യം തോന്നി എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ കുറേ വരക്കണ ഇതൊക്കെ കണ്ടുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കിങ്ങനെ തോന്നും എനിക്കും കുറച്ചൊന്ന് വരച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ പതുക്കെ വെറുതെ ആദ്യമൊക്കെ ഇങ്ങനെ ഈ മുഖമൊക്കെ വരയ്ക്കുമ്പോൾ ഭയങ്കര ഇതായിട്ടായിരുന്നു വന്നേച്ച്. ഇപ്പോഴും അങ്ങനെ അത്രയും ഇതായിട്ടില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഏകദേശം ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം ചില ആൾക്കാരൊക്കെ ഒരു യൂട്യൂബർ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ ശരിക്കും നിന്ന് ട്രേസ് ചെയ്ത് കറക്റ്റ് അത് തന്നെ ഒപ്പിയെടുക്കണ ആ ഒരു ഇത് ഒരു ലെവലൊന്നും എത്തിയിട്ടില്ല. അത് ഷെയ്ഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെയൊക്കെ കുറേയൊക്കെ ഷെയ്ഡിങ്ങിലാണ് വരുന്നത്. അത് ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക താടിയും മീശയൊക്കെ കുറച്ചും കൂടി ഡാർക്ക് ചെയ്താലാണ് കുറേ കൂടി ആ ഒരു പിക്ചറിനൊരു ഫോക്കസിങ് ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഔട്ടർ ലൈനൊക്കെ കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫോക്കസിങ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഓടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒറ്റ ഷെയ്ഡിങ്ങും പോലെ അങ്ങ് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ. ഓക്കെ, ഈ മെത്തേഡിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ വരച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻസൈഡിലേക്ക് എന്താ പറയുക കണ്ണ് മൂക്ക് എന്നിട്ട് അതൊക്കെ മാർക്ക് ചെയ്ത് അതിൻ്റെ ഇതിലേക്ക് പോണത്. പിന്നെ വേറൊരു മെത്തേഡ് ശരിക്കും ഫ്രീ ഹാൻഡൊക്കെ ശരിക്കും ആദ്യം നമ്മൾ കണ്ണ് വരച്ച് സെറ്റായി എന്നിട്ട് പിന്നെ അടുത്ത മെഷർമെൻറ്റ് നമ്മുടെ മൈൻഡിലെടുത്ത് അത് കഴിഞ്ഞിട്ട് മൂക്ക് വായൊക്കെ മെഷർമെൻറ്റ് എടുത്ത് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണേ. ഫ്രീ ഹാൻഡ് ആര് പറഞ്ഞേ. പിന്നെ ഇതാകുമ്പോൾ കറക്റ്റ് എല്ലാത്തിനും ഒരു അളവുണ്ട്, പ്രൊപ്പോസിഷൻ ഉണ്ട്. ഞാൻ ഒരു ഇത് കണ്ടായിരുന്നു. അതിൽ എന്താ പറയുക ജോമെട്രി പോലെ പെൻസിലും മറ്റേ സ്കെയിലൊക്കെ വെച്ച് കറക്റ്റ് ലൈനൊക്കെ വരച്ച് പിന്നെ അവസാനം കഴിയുമ്പോഴത്തേക്കും ഒരു അടിപൊളി ഒരു പോർട്രേറ്റ് ഫിനിഷ് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ പിന്നെ വിചാരിക്കുന്നത് ഒരു സൈഡിൽ ഒരു പിക്ചർ വയ്ക്കുക. നമ്മൾ വരയ്ക്കുന്ന ആ പിക്ചർ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി എത്രത്തോളം ഫിനിഷായെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മളെ ഈ ഓഡിയൻസ് ആരെങ്കിലുമൊക്കെ പുതിയ ആൾക്കാർ കാണുന്നവർ അവർക്ക് മനസ്സിലാവും ഏകദേശം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രോയിങ് അറിയാവുന്ന ഒരാളാണെന്ന് മനസ്സിലാവില്ലേ. ഞാനങ്ങനെ വിചാരിക്കേണ്ടത് അതായിട്ടില്ല. കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കണം. പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ. പിന്നെ എനിക്ക് ഈ ഇലകളൊക്കെ വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്വാഭാവികമായിട്ടും എനിക്ക് ഈ പൂക്കളേക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്ക് ഇലകളുടെ ഭംഗിയാണ് എനിക്കിഷ്ടം. എന്താണെന്നറിയില്ല, പലതരം ഇലകളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് വരുന്നത്. ഫ്ലവേഴ്സ് അത്ര എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഓക്കെ, അതൊക്കെ വരയ്ക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നോക്കട്ടെ, ഇണക്കം പോലെ പതുക്കെ അത് കളർ ചെയ്യണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഷെയ്ഡ് ചെയ്യണം, എന്നാലേ ആ കറക്റ്റ് ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഇലയുടെ ആയാലും പൂക്കളുടെയൊക്കെ ആയാലും. പിന്നെ അതുപോലെ മൃഗങ്ങളെയൊക്കെ വരയ്ക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ലാൻഡ്സ്കേപ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വരയ്ക്കാൻ. അതൊക്കെ ഒന്നും ആയിട്ടില്ല, ആ ലെവലൊന്നും എത്തിയിട്ടില്ല. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല കളർ ചെയ്യണം, ഡെപ്തിൽ നല്ല കളർ ചെയ്യും. നമുക്ക് തോന്നണം അതിൻ്റെ ആ പിക്ചറിൻ്റെ അകത്തേക്ക് കയറി പോകാൻ പറ്റിയിരുന്നെങ്കിലോ എന്നുള്ള അങ്ങനത്തെ ലെവലിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ. അതൊക്കെ ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് പറ്റും. ഓക്കെ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചേക്കണേ, ഇപ്പം തന്നെ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്കൊണ്ട് പറ്റില്ല, പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ല.
എനിക്ക് മനസ്സിലാച്ചാൽ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ എന്തുകൊണ്ടാണ് അവർ ഏകാന്തത ഇങ്ങനെ എഴുതുമ്പോൾ കുറേ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുകയൊക്കെ ചെയ്യണത്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഒരു ടൈം എപ്പോഴും ഇതാണ്, അവരുടെ മൈൻഡിൽ ടൈം സെറ്റാകണം, എന്നാലേ കറക്റ്റ് ഒരു ഫിനിഷിംഗ് ആയിട്ട് വരുള്ളൂ. ഏത് പ്രായക്കാരായിക്കോട്ടെ, അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയണത് കേട്ടോ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം എടുത്ത് തന്നെ കറക്റ്റ് ചെയ്യണം ഓരോ കാര്യങ്ങളും, അതാണ് കറക്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത്. ഷെയ്ഡിങ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഒരു ഏകദേശം ഒരു റഫ് സ്കെച്ച്. നമ്മളിപ്പോൾ ഒരു പേപ്പർ കിട്ടിയാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പേപ്പറും ഒരു പെൻസിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഡാർക്ക് ചെയ്ത് ഒരു രൂപം പോലെ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, നമ്മൾ ഏകദേശം വൈൻഡപ്പ് ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.